ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവളെ കൊണ്ട് നവീൻ എനിക്ക് നഷ്ടപ്പെട്ട ഇവളെ ഞാൻ കൊല്ലും. ഒന്നും സംഭവിക്കില്ല. എല്ലാം നമ്മുടെ പ്ലാനിംഗ് അനുസരിച്ച് തന്നെ നടക്കും. എന്നെ ഒന്ന് വിശ്വസിക്കുമോളെ. ഞാനായിട്ട് സംസാരിക്കണമെങ്കില്, ഞാനായിട്ട് ജീവിക്കണമെങ്കില് നീ ഇതൊന്നും കാണിച്ചു കൂട്ടിയാ പോരാ. എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നിനക്ക് ഗാഥയാവാൻ പറ്റില്ല. സിനി, ഞാനിപ്പോ വരാം. കണ്ടോ, ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എത്ര ശ്രമിച്ചാലും ആ കുട്ടിയെ പോലെ ആവാൻ പറ്റില്ലാന്ന്. പിന്നെ ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം? മിണ്ടി പോരുത്. ഉള്ള സമയം കൊണ്ട് ഗാഥമേടെ എങ്ങനെയാണോ അങ്ങനെയാകാൻ പഠിക്ക്. ആവശ്യമില്ലാത്ത നിന്റെ ആ കുട്ടനാട്ടിലെ ഭാഷയുണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് എടുക്കണ്ട. മോളെ, നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന ഒരു ആൾമാറാട്ടം ഇത്. എല്ലാം തീർന്നു എന്നാ ഞാൻ കരുതിയേ. അവളപ്പ അങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പൊ നമ്മള് രക്ഷപ്പെട്ട് നിക്ക. ഓക്കെ മമ്മി, നവീൻ കരുതിയത് ഞാനെന്തോ സ്റ്റൈല് മാറ്റി സംസാരിച്ചു എന്നാ. അതിനവൻ ഓക്കെ പറഞ്ഞു. നാളെ നേരിട്ട് കാണുമ്പോ നവീൻ അത് ഡിമാൻഡ് ചെയ്യും. ഹിസ് ലവ് ഗാഥ ശ്രീനിവാസ്. നീ എന്നെ പോലെ ബിഹേവ് ചെയ്യാൻ അവളെ കൊണ്ട് 10 ജന്മെടുത്താലും പറ്റുമോ? മോളെ റിലാക്സ്. നിനക്ക് വേണ്ടി മാത്ര, നിങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാ. അപ്പൊ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യേണ്ടത് മോള് തന്നെയല്ലേ? എനിക്കറിയില്ല മമ്മി എന്താന്ന് വെച്ച ചെയ്. പക്ഷെ ഇവളെ കൊണ്ട് നവീൻ എനിക്ക് നഷ്ടപ്പെട്ട ഇവളെ ഞാൻ കൊല്ലും. ഒന്നും സംഭവിക്കില്ല. എല്ലാം നമ്മുടെ പ്ലാനിംഗ് അനുസരിച്ച് തന്നെ നടക്കും. എന്നെ ഒന്ന് വിശ്വസിക്കുമോളെ. ഗോപാലേട്ടാ, നീ കൃഷ്ണയാണല്ലോ വിളിക്കുന്നേ. ഹലോ ഗോപാലമാമ, എന്താ മോളെ? മോളെന്തിനാ കരയുന്നേ? എനിക്കിവിടെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗോപാലമാമ. എന്തു പറ്റി? സിത്താര മേഡം വല്ലതും പറഞ്ഞോ? സിത്താര മാഡം കാരണമല്ല, അവർക്കൊരു മകളില്ലേ ഗാഥ. ആ കുട്ടിയുടെ അഹങ്കാരം സഹിക്കാൻ പറ്റാത്തത്. മോൾ അതൊന്നും കാര്യമാക്കണ്ട. എങ്ങനെയാ അത് കാര്യമായിട്ട് എടുക്കാതിരിക്കാൻ പറ്റുക? എന്റെ രൂപത്തില് ഒരു മാറ്റമില്ലാത്ത ഒരാൾ മുന്നിൽ വന്ന് നിക്കാം. അത് നിക്ക്. അവരെന്നോട് പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. ഓ, പക്ഷെ കുറ്റം മാത്രമേ ആ കുട്ടി കണ്ടുപിടിക്കുന്നുള്ളൂ. അതെങ്ങനെ ഗോപാലമാമ? ഞങ്ങള് രണ്ടുപേരും ഒരേ രൂപത്തില്. ലോകത്ത് അങ്ങനെ പല പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ടല്ലോ മോളെ. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ഇതൊക്കെ കേട്ടിരിക്കുന്നു. എന്തായാലും ആ രൂപം ഒരു അനുഗ്രഹമായിട്ട് മാത്രമേ മോള് കരുതാൻ പാടുള്ളൂ. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു അവസരം മോളുടെ മുന്നിൽ വന്നത്. എന്നാലും കുറച്ച് നാളത്തേക്കല്ലേ, ആ കുട്ടി എന്ത് കാണിച്ചാലും അതങ്ങ് വിട്ട് കളഞ്ഞേക്കേ. നമുക്കൊരു കാര്യമുണ്ടല്ലോ, അമ്മയുടെ ഓപ്പറേഷൻ. അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് മോള് പറഞ്ഞതല്ലേ, അത് മാത്രം ആലോചിക്കുക. ആ കുട്ടി സംസാരിക്കുന്ന പോലെ ഫോണിൽ കൂടെ അവരെ കെട്ടാൻ പോകുന്ന ആളായിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു.
എന്നിട്ട് അത് ശരിയായോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അയാള് നല്ല അഭിപ്രായ പറഞ്ഞത്. സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്, വല്ലാത്ത മാറ്റുണ്ടെന്നൊക്കെ. അയാൾക്ക് അതാണ് ഇഷ്ടമെന്നും പറഞ്ഞു. അപ്പൊ തന്നെ മോള് പകുതി ജയിച്ചില്ലേ? ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞല്ലോ. സുനന്ദ രാവിലെ അങ്ങോട്ട് വരുമല്ലോ മോളെ. എന്ത് വിഷമുണ്ടെങ്കിലും നീ സുനന്ദയോട് പറഞ്ഞാ മതി. അവൾ അവിടെ ഉള്ളവരോടൊക്കെ സംസാരിച്ച് ശരിയാക്കിക്കോളും. തങ്കയുടെ കാര്യം ഓർത്തിട്ടല്ലേ ഗോപാലമാമൻ ഇങ്ങനെ കൂട്ടു നിൽക്കുന്നത്? അല്ലെങ്കിൽ മോളെ ഇങ്ങനെ കഷ്ടപ്പെടാൻ വിടുവായിരുന്നോ? ശരി ഗോപാലമാമ, അമ്മയുടെ കാര്യമുണ്ട്, ഞാൻ സഹിച്ചോളാം. ഞാൻ വെക്കട്ടെ? ശരി മോളെ, ഫോൺ വെച്ചോ. എന്താ ഗോപാലേട്ടാ? അവരുടെ മോളുടെ കാര്യത്തിന് വേണ്ടി ആ കൊച്ചിനെ അവിടെ പിടിച്ചു നിർത്തിയേ. എന്നിട്ട് ആ കുട്ടിയോട് അഹങ്കാരം കാണിക്കാന്ന് പറഞ്ഞാല്? വലിയ വലിയ ആൾക്കാരുടെ സ്വഭാവമല്ലേ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരുടെ മോളെ കെട്ടാൻ പോകുന്ന പയ്യനോട് കൃഷ്ണയെ കൊണ്ട് സംസാരിപ്പിച്ചു. എന്തായാണ് പറഞ്ഞതെന്നറിയോ? എന്താ? കൃഷ്ണയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണെന്ന്, അയാൾക്ക് ഇങ്ങനെ സംസാരിക്കുന്നതാ ഇഷ്ടമെന്ന്. നീ നോക്കിക്കോ സുനന്ദേ, സംസാരം ഇഷ്ടമായെങ്കിൽ കൃഷ്ണയെ നേരിട്ട് കാണുമ്പോ അയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടമാവും. ഒടുവിൽ എല്ലാ കള്ളിയും വെളിച്ചത്താവുമ്പോ ചിലപ്പോ സിത്താര മാഡത്തിന്റെ മോളെ വേണ്ടാന്ന് വെച്ചിട്ട് അയാൾ കൃഷ്ണയെ കെട്ടാൻ തയ്യാറാവും. ഗോപാലേട്ടൻ എങ്ങോട്ടായി പോകുന്നേ? എന്തൊക്കെയാ ഈ ചിന്തിച്ചൂട്ടുന്നേ? നീ നോക്കിക്കോ, വെറുതെ അങ്ങനെ എന്റെ മനസ്സിൽ ഒരു തോന്നൽ വരില്ല. കൃഷ്ണമോളെ പറ്റി ഞാൻ എപ്പോഴും പറയാറില്ലേ, അവൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്ന്. ഇതെല്ലാം അതിനുള്ള മാർഗങ്ങളാണെന്നാ തോന്നുന്നത്.